ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഈ വീഡിയോ ആക്ച്വലി സ്വിംഗ് ട്രേഡിംഗ് പർപ്പസിനാണ്. എൻ്റെ എല്ലാ വീഡിയോസ് എഡ്യൂക്കേഷൻ പർപ്പസിനായിരിക്കുള്ളൂ, ലേണിംഗ് പർപ്പസിനാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാറുള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിംഗ് പർപ്പസിനാണ്. ഇത് ആക്ച്വലി അതിലൊരു ട്രയാങ്കിളിൽ നന്നായിട്ട് ആക്ച്വലി കുറച്ച് നാളായിട്ട് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രൈസ് താഴെ നിന്ന് മുകളിലേക്ക് പോയി ഒരു റിട്രേസ്മെൻറ്റ് ആൻഡ് ദെൻ മുകളിലെ ഒരു ഹൈ അടിച്ചിട്ട് വീണ്ടും ഒരു സൈഡ് വേസ് ആയി കിടക്കുന്നു. ഓക്കെ, സോ ഇതൊരു ട്രയാങ്കിൾ തന്നെയാണ്. ഇനി ട്രയാങ്കിൾ ഇല്ല എന്നൊക്കെ പറയല്ലേ, കാരണം ഇത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ ചാർട്ട് ടൈപ്പിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ ലൈനിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, മനസ്സിലായോ എന്താ ക്ലോസിങ് ഓവറോൾ ഈ പ്രൈസ് ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് തന്നെയാണ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഡൗട്ടൊന്നുമില്ലല്ലോ. ബാക്കിയൊക്കെല്ലാം മറ്റേ ക്യാൻഡിൽസ് കാണുന്നത് സ്പൈക്കാണ്, ബട്ട് ആക്ച്വൽ പ്രൈസ് ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് തന്നെയാണ്. ഓക്കെ, സോ അത് ക്ലിയർ ആയല്ലോ. നമ്മുടെ നോർമൽ ചാർട്ടിലേക്ക് പോകും. യെസ്, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇനി എൻട്രി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി എൻ്റെ ചാർട്ട്സ് ഞാൻ പ്രോപ്പർലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളൂ. കാരണം അതിൻ്റെ ഒരു ലോജിക് നിങ്ങളും മനസ്സിലാക്കണം. ചുമ്മാ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. അതാണ് ഞാൻ ആക്ച്വലി എക്സാക്ട്ലി ഞാൻ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളൂ. സോ അതെ, കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേ ആണ് എനിക്ക് തോന്നുന്നത് പ്രൈസ് മുകളിലേക്ക് പോയി, ബട്ട് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇൻഡെക്സ് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് കിട്ടിയാലേ മാത്രം പ്രൈസ് മുകളിൽ സസ്റ്റെയിൻ ആവുള്ളൂ. സോ മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പ്രൈസ് വീണ്ടും റിജക്റ്റായി. സോ സസ്റ്റെയിനിങ് ആണ് മെയിൻ. സസ്റ്റെയിനിങ് ഇവിടെ നമ്മുടെ എൻട്രി പ്രൈസ് ഇതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ ലൈൻ ഉണ്ടല്ലോ ഞാൻ വച്ച് വെച്ചിട്ടുണ്ട്, 630 അബവ് സസ്റ്റെയിൻ ആയാൽ നമുക്ക് ഈസിലി എൻട്രി എടുക്കാം. ഓക്കെ, റീസൺ എന്താ? ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടോ, ഇതിൻ്റെ റിജക്ഷൻ വന്നതാണ്. റിജക്ഷൻ വന്നു, ദാറ്റ് മീൻസ് അവിടെ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു റെഡ് ക്യാൻഡിൽ അവിടെയും സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ വേറൊരു റെഡ് ക്യാൻഡിൽ. ഓക്കെ, അത് സെല്ലേഴ്സ് അവിടെ നിന്ന് ഫ്രഷ് സെല്ലേഴ്സ് ജനറേറ്റ് ആയതാണ്. സോ ഈ ഗ്രീൻ ലൈൻ 630 ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ സെല്ലേഴ്സ് ഇരിക്കുകയാണ്. സോ ഓക്കെ, പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആണെങ്കിൽ അവർ ഇവിടുന്ന് ഓടാൻ തുടങ്ങും, മനസ്സിലായോ? അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ വരുന്നത് നമ്മുടെ ഇതായിരിക്കും, 650. സോ നമ്മുടെ എൻട്രി പ്രൈസ് 630, ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് 650. റീസൺ അവിടെയും ഫ്രഷ് സെല്ലേഴ്സ് ഉണ്ട്, മനസ്സിലായോ? 650 ഇവിടെ ഇത് റെഡ് ക്യാൻഡിലുണ്ടോ, ഇവിടെ നിന്നാണ് ഒരു സെല്ലിംഗ് ജനറേറ്റ് ആയത്. ഓക്കെ, പിന്നെ 650 അബവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ടാർഗറ്റ് വരുന്നത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ അടിച്ചത് 670 ആ ഒരു ഏരിയ. ഓക്കെ, ഇതിൻ്റെ ആ റീസെൻ്റ് അടിച്ച ഹൈ അതാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ആയിരിക്കുള്ളൂ. മാർക്കറ്റ് ഓവർ ബോട്ടിലാണ്. സോ അധികം ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ടാർഗറ്റ് കിട്ടുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയാൽ സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ ഈസിലി നമുക്ക് ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കാം, നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാം. മാക്സിമം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. പിന്നെ എൻട്രി പ്രൈസ് ഇതിൻ്റെ 630 അബവ് സസ്റ്റെയിൻ ആയാൽ എൻട്രി നമ്മൾ ഇതായി 630. SL ഈ റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ ലോ ആയിരിക്കും SL, ദാറ്റ് മീൻസ് 600 നമുക്ക് SL വയ്ക്കാം. ചെറിയൊരു SL വരുന്നുള്ളൂ. SL 630 ടാർഗറ്റ്, എൻട്രി പ്രൈസ് 630, SL 600 ആൻഡ് ദ ഫസ്റ്റ് ടാർഗറ്റ് 650, സെക്കൻഡ് ടാർഗറ്റ് 670 ആണ് വരുന്നത് നമ്മുടെ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഈ ചാർട്ടിനകത്ത് എനിക്ക് കാണിക്കാനുള്ളത്, പ്രൈസ് ആക്ഷൻ ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യണമല്ലോ. നമ്മൾ ഈ പ്രൈസ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിലല്ലോ നന്നായിട്ട് ഈ ഒരു പോർഷനിൽ നമ്മുടെ പ്രൈസ് ഒരു 100 പോയിൻറ്റ്സിലാണ്. ഈ 100 പോയിൻറ്റ്സിൽ നിന്ന് പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഓൾമോസ്റ്റ് ഈ ഒരു ബോക്സിലാണ്, ട്രയാങ്കിൾ ബോക്സ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു ബോക്സാണ്. കുറേ നാൾ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്കാണ് ഒരു 6 ജൂണിന് ഒരു ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയി വിത്ത് വോല്യൂം. താഴെ വോല്യൂം ഉണ്ടോ, വിത്ത് വോല്യൂമാണ് ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയത്. ദാറ്റ് മീൻസ് ഈ ഒരു കൺസോളിഡേഷൻ പീരീഡിൻ്റെ ബ്രേക്കൗട്ടാണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, ദെൻ പിന്നെ വീണ്ടും ബ്രേക്കൗട്ട് കഴിഞ്ഞ് വീണ്ടും കൺസോളിഡേറ്റ് പീരീഡാണ്. ഇത് ഒരു പോൾ ആൻഡ് ഫ്ലാഗ് പാറ്റേൺ കൂടിയാണ്. കണ്ടോ, ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്, ക്ലിയർ ആണല്ലോ. പോൾ ആൻഡ് ഫ്ലാഗ് പാറ്റേൺ, ഇത് പോൾ ആൻഡ് ദിസ് ഇസ് ദ ഫ്ലാഗ്. അപ്പോൾ മനസ്സിലായോ റീസൺ? ഈ ലോങ്ങർ ടൈമിൽ നമ്മുടെ ഒരു സ്റ്റോക്ക് കുറേ ലോങ്ങർ പീരീഡിലാണ് ഇത് കൺസോളിഡേറ്റ് ചെയ്തു. ഒരു ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സിൽ കൺസോളിഡേറ്റ് ചെയ്തു, ഒരു ട്രയാങ്കിൾ പാറ്റേൺ. ദെൻ അതിൻ്റെ ബ്രേക്കൗട്ട് നമുക്ക് കിട്ടി, വീണ്ടും കൺസോളിഡേറ്റ് പീരീഡാണ്. സോ ചാൻസസ് ഉണ്ട് വീണ്ടും ഒരു ഫ്രഷ് ബ്രേക്കൗട്ട് നമുക്ക് കിട്ടാനുള്ളത്. ബട്ട് നമ്മുടെ SL നമ്മൾ മിനിമം 600 വെക്കണം. ഓക്കെ, പിന്നെ 580 ബിലോയും വെക്കാം.
ബട്ട് ഫ്രഷ് ബൈങ് വരാനാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് വോല്യൂം വരാനാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ബൈങ് വരണം. കൺസോളിഡേറ്റ് പീരിയഡ് ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് 630 അബവ് സസ്റ്റെയിൻ ആയിട്ട് ഇനി ആക്ച്വൽ ബൈ വരാനാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വരണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ട്രാപ്പിംഗ് അതൊക്കെ നടക്കും. സോ നമ്മുടെ സ്റ്റോക്കിൻ്റെ പേര് മറക്കില്ല, ഞാൻ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൻ്റെ പേര് നമ്മുടെ ഈ അവന്തി ഫീഡാണെന്ന് പറയാം. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണാൻ പറ്റും അവന്തി ഫീഡ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പറ്റി ഒരു എക്സാക്റ്റ് ഒരു വീഡിയോ ഞാൻ പ്രോപ്പർ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കി ഞാൻ തരും. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ ദ ചാനൽ.